ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും അർച്ചന ചേച്ചി LLB സീരിയലിന്റെ ലേറ്റസ്റ്റ് പ്രൊമോ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ ജയക്കും മധുബാലയും തമ്മിലുള്ള പ്രശ്നങ്ങൾ ഓരോ ദിവസം കൂടുന്തോറും പോരുമുറുകിക്കൊണ്ടിരിക്കുകയാണ്. മധുബാലയോട് വെട്ടി തുറന്നു തന്നെ ജയക്കെ ചോദിക്കുന്നുണ്ട്, എന്താണ് നിന്റെ ഉദ്ദേശം, എന്തിനാണ് നീ ഇങ്ങോട്ടേക്ക് വന്നതെന്ന് ജയക്ക് അങ്ങനെ ചോദിക്കുന്നുണ്ടെങ്കിലും മധുബാല തുറന്നൊന്നും പറയാതെ ഇപ്പോഴും ജയക്കയോട് സ്നേഹം മാത്രമാണെന്ന രീതിയിൽ സംസാരിക്കുകയാണ്. ജയക്കയോട് കൂടെ ഇനിയുള്ള കാലം ജീവിക്കാനാണ് താൻ വന്നതെന്ന് മധുബാല പറയുന്നുണ്ടെങ്കിലും അതൊട്ടും തന്നെ അംഗീകരിക്കാനായി ജെകെക്ക് കഴിയുന്നില്ല. അത് മധുബാലയുടെ സ്വഭാവം അത്രത്തോളം ജെകെക്ക് അറിയാവുന്നതുകൊണ്ടാണ്. അങ്ങനെ മധുബാലയും ജെകെയും തമ്മിൽ വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അടുത്തു തന്നെ സുമിത്ര ടീച്ചറുമുണ്ട്. മധുബാലയാണെങ്കിൽ ടീച്ചറോട് പറയുന്നുണ്ട്, ഞാൻ എന്തായാലും ഇനി ജെകെ വിട്ടു പോവില്ലെന്ന്. എന്നാൽ ജെകെ പറയുന്നുണ്ട്, മനസാക്ഷി എന്നൊരു കോടതിയുണ്ട് എനിക്ക്. ആ മനസാക്ഷി എന്ന കോടതി എന്നോടൊപ്പം എന്നെ ജീവിക്കാൻ അനുവദിക്കുന്നില്ല. ഞാൻ അത്രത്തോളം നിന്നെ വെറുത്തു കഴിഞ്ഞു. ഇനി നമ്മൾ ഒരുമിച്ച് പോവില്ലെന്ന് ജെകെ അങ്ങനെ തുറന്നടിച്ച് പറയാണ്. എന്താണ് സംഭവിക്കുന്നതെന്നറിയാതെ ആകെ സ്തംഭിച്ചു നിൽക്കുകയാണ് ടീച്ചർ. അങ്ങനെ അതിനുശേഷം മുകുന്ദനെ കാണാൻ ജയിലിലേക്ക് രമ്യ എത്തുന്നുണ്ട്. രമ്യ ഒറ്റയ്ക്കാണ് മുകുന്ദനെ കാണാനായി വരുന്നത്. അമ്പാട്ട് വീട്ടിൽ പ്രതിഷേധത്തിലാണ് രമ്യ. മുകുന്ദനെ കേസിൽ നിന്ന് ഒഴിവാക്കാൻ പറ്റാത്തതിന്റെ ദേഷ്യത്തിലാണ് രമ്യ അർച്ചനയോടുള്ള ആ നീരസം രമ്യ മുകുന്ദനെ വന്ന് അറിയിക്കുന്നുണ്ട്. മുകുന്ദേട്ടന്റെ ഈ കേസ് അർച്ചന ചേച്ചി ഏറ്റെടുക്കണ്ട, വക്കീലായിട്ട് നമുക്ക് മറ്റൊരാളെ ഏർപ്പെടുത്താം. ചേച്ചിയുടെ മനസ്സ് സ്വാർത്ഥതയുള്ളതാണ്, നമ്മളോട് ചേച്ചിക്ക് ഒരു സ്നേഹവുമില്ല. ഇപ്പോഴാണ് ചേച്ചിയുടെ യഥാർത്ഥ സ്വഭാവം എനിക്ക് മനസ്സിലായത്. മറ്റുള്ളവരെല്ലാം പറഞ്ഞപ്പോഴും ഞാൻ അവരെല്ലാം എതിർത്തു. പക്ഷേ ഇനിയില്ല, ഇനി അർച്ചന ചേച്ചിയെ ഞാൻ വിശ്വസിക്കില്ല. നമുക്ക് ചേച്ചി വക്കീലായിട്ട് വേണ്ട എന്ന് രമ്യ അങ്ങനെ മുകുന്ദനോട് പറയാണ്. എന്നാൽ ഇത് കേട്ട് മുകുന്ദന് അതൊന്നും വിശ്വസിക്കാൻ കഴിയുന്നില്ല. രമ്യ പറഞ്ഞ ആ തീരുമാനത്തോട് തനിക്കൊട്ടും യോജിക്കാനാവില്ലെന്ന് മുകുന്ദൻ അങ്ങനെ തുറന്നു പറയാണ്. ഇതൊക്കെ വന്നാലും അർച്ചന ചേച്ചി മാത്രമേ എന്റെ കേസ് വാദിക്കൂ. എനിക്ക് വേണ്ടി കോടതിയിൽ ഹാജരാവുന്നത് അർച്ചന ചേച്ചിയായിരിക്കും. അല്ലെങ്കിൽ ഈ കേസ് നടത്തണമെന്നില്ല, ഞാൻ ഇതിനകത്ത് തന്നെ കിടന്നോളാമെന്ന് മുകുന്ദൻ അങ്ങനെ പറയാണ്. രമ്യാണെങ്കിൽ എങ്ങനെ മുകുന്ദനെ പറഞ്ഞു മനസ്സിലാക്കുമെന്നറിയാതെ ആകെ ധർമ്മസങ്കടത്തിൽപ്പെട്ട് അങ്ങനെ നിൽക്കുകയാണ്. ഇതോടെയാണ് ഇന്നത്തെ പ്രൊമോ അവസാനിക്കുന്നത്. നാളെ പുതിയൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. ബൈ, ഗുഡ് നൈറ്റ്.